ഇന്ത്യയുടെ എഡിസൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഗോപാലസ്വാമി ദുരൈസ്വാമി നായിഡു GDN. ഈ ഒരു സിനിമ ബ്രിട്ടീഷ് ഇന്ത്യ ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിന്റെ ആർട്ട് ഡയറക്ഷനും അതുപോലെ മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയാലും ഒരു നല്ല രീതിയിൽ തന്നെ അവരുടെ ആ ഒരു വർക്ക് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൈകാര്യം ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സിനിമയുടെ ഒരു അവസാനമാണ്. കാരണം ശരിക്കും നമ്മുടെ ഒരു കണ്ണ് നനയിപ്പിക്കുന്ന രീതിയിൽ തന്നെ ലാസ്റ്റ് ഞാൻ GDN എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ കണ്ടിട്ട് വരികയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വരുന്ന വഴി ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ ഒരു സിനിമയെക്കുറിച്ചും. കാരണം ഇപ്പൊ ഞാൻ ഇന്ന് GDN കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഇമോഷണലി ഞാൻ കരഞ്ഞു. എന്നാൽ പോലും ആ ഒരു പല സിറ്റുവേഷൻസും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യ ആ ഒരു പീരീഡിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത ഒരാള് GD നായിഡു, അദ്ദേഹം ഇത്രയും ഒരു റെവല്യൂഷണറി ഒരു വൻ രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സംരംഭവും അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നോവേഷൻസ് അതൊക്കെ അന്നത്തെ കാലത്ത് ബിൽഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് അത് എങ്ങനെ പറയണമെന്നൊന്നും അറിയൊന്നുമില്ല. എന്നാൽ ഈ ഒരു സിനിമ മസ്റ്റായിട്ടും കാണേണ്ട നല്ലൊരു സിനിമ തന്നെയാണ്. കാരണം എനിക്ക് GD നായിഡു ആരാണെന്നോ എന്താണെന്നോ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ അടുത്ത് കോയമ്പത്തൂർ പോയപ്പോൾ ഞാനൊരു പുതിയൊരു ഫ്ലൈ ഓവറിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ആ റോഡിന്റെ പേര് GD നായിഡു എന്ന് കേട്ടെങ്കിലും പിന്നെ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കറിയായിരുന്നു. പക്ഷെ ആരാണ് GD നായിഡു എന്നുള്ളൊരു അറിവൊന്നും എനിക്ക് ഉണ്ടായില്ല. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് ശേഷം അതൊരു വല്ലാത്തൊരു നോളജ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. കാരണം അത്രയും മികച്ചൊരു സിനിമ. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇതിൽ മാധവൻ അദ്ദേഹം നൽകിയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ഉണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് രാക്ഷസ നടൻ എന്നാണ്. കാരണം അഭിനയത്തിന്റെ ആ ഒരു എന്താ പറയുക, എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിലുണ്ട്. ദുരന്തറിലായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ റോക്കട്രി നമ്പി നാരായണൻ സാറിന്റെ കഥ, അതിലൊക്കെ അദ്ദേഹം ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചേക്കുന്നത്. ഇപ്പോൾ ഇതേ ഒരു ബയോപിക്കലായിട്ടുള്ളൊരു GD നായിഡു അദ്ദേഹത്തിന്റെ ഒരു ബയോപിക് വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ഏറ്റവും എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിനും മേലൊരു നടൻ ഇനി അഭിനയിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഇതിൽ അഭിനയിച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമ ഒരുപാട് അറിവുകൾ നൽകിയൊരു സിനിമയാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും മേക്കിംഗ് ക്വാളിറ്റിയിലും അതുപോലെ മ്യൂസിക് പ്രൊഡക്ഷന്റെ എല്ലാ രീതിയിലും ഈ ഒരു സിനിമ ഏറ്റവും മികച്ചത് തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇതിന്റെ VFX സൈഡൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ ഓരോ അഭിനേതാക്കളുടെ പെർഫോമൻസ് അത്രയും മികച്ച രീതിയിൽ തന്നെയാണ് ഇതിൽ ഓരോരുത്തരും അഭിനയിച്ചേക്കുന്നത്. ഇപ്പോൾ സത്യരാജ് ആയാലും ജയറാം ആയാലും വിനയ് അതുപോലെ പ്രിയാമണി എല്ലാവരും ഇതില് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ ഉള്ള എല്ലാ നടന്മാരും മിക്ക നടന്മാരും ഇതിലുണ്ട്, നടിമാരും അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ പെർഫോമൻസ്. നല്ലൊരു ബയോപിക്കൽ സിനിമാസ് ഇഷ്ടപ്പെടുന്നവര് എനിക്ക് തോന്നുന്നു നല്ല മസ്റ്റായിട്ടും കാണേണ്ട നല്ലൊരു സിനിമ തന്നെയാണ്. കാരണം ഒരു തരി ബോറടിപ്പിക്കാതെ നമ്മളെ സിനിമയുടെ അവസാനം വരെ നമ്മളെ അങ്ങനെ പിടിച്ചിരുത്തും. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് മാധവൻ എന്ന് പറയുന്ന ഒരു നടൻ തന്നെയാണ്.